നമസ്കാരം. ഇന്നിപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. തീയലുണ്ട്, വഴുതനങ്ങയും സവാളയും കൂടിയിട്ടൊരു തീയല്. പിന്നെ നേന്ത്രക്കായ, അത് തൊലിയോട് കൂടിയിട്ട് തന്നെ ചെറുതാക്കി അരിഞ്ഞ് ഒരു മെഴുക്ക് പുരട്ടി വെച്ചതുണ്ട്. ഇനി അടുത്തൊരു ഐറ്റമാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അരച്ചു കലക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിന്റെ നിറം കാണുമ്പോഴോ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുണ്ടോ ഇത് ഏത് അരച്ചു കലക്കിയാണെന്നുള്ളത്? നല്ല സ്വാദുള്ളതാണ് എന്തായാലും. ഈ തീയലും അടുത്ത വീഡിയോയിൽ ഇതിന്റെയൊക്കെ തീയലിന്റെ ഒക്കെ റെസിപ്പി വരുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ നമ്മൾ അരച്ചു കലക്കിയുടെ റെസിപ്പി മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി, ഉപ്പ് ചേർക്കണ്ട, ഉപ്പ് ചേർക്കാതെ മഞ്ഞൾപ്പൊടിയും പോലും ചേർക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. വേവിച്ച മത്തങ്ങയും ഒരു 2 പിടി തേങ്ങ ചിരകിയതും ആവശ്യത്തിന് എരിവ് കുറച്ച് അധികം ആയിക്കോട്ടെ കേട്ടോ, കാരണം മത്തങ്ങയ്ക്ക് ഒരിത്തിരി മധുരം ഉള്ളതുകൊണ്ട് തന്നെ എരിവുള്ളതായിരിക്കും നല്ലത്. അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ വെള്ളം വേണമെന്നില്ല, മത്തങ്ങ കഷ്ണം വെന്തേലും വെള്ളം ഉണ്ടാവും. അത് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ അരച്ച് കലക്കി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പഴയ വിഭവമാണ്, തൈര് ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക അരച്ചതിനെ. അതിനെയാണ് നമ്മൾ അരച്ച് കലക്കി എന്ന് പറയാം. അപ്പൊ അരച്ചതിനെ നല്ല തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് കലക്കിയെടുക്കുക. ഇനി വറുത്തിടേണ്ടവർക്ക് വറ്റൽമുളകും കടുകും ഒക്കെ വറുത്തിടാം. പക്ഷെ പച്ചടിക്കാണ് അധികമായിട്ട് ഈ വറുത്തിടല്. അരച്ച് കലക്കി എന്ന് പറയുമ്പോൾ നമ്മൾ മാവിന്റെ പൂവ് ഒക്കെ അരച്ച് കലക്കും. അപ്പോഴൊന്നും നമ്മൾ ഈ വറുത്തിടുന്ന പരിപാടി ഇല്ല കേട്ടോ. വെറുതെ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നെ പച്ചക്കടുക് ചേർത്ത് ജീരകം ഒന്നും ചേർത്ത് അരക്കരുത്. അങ്ങനെയൊക്കെ അരയ്ക്കുമ്പോൾ അത് പച്ചടിയായിട്ട് മാറും. നമ്മളിപ്പോൾ ചെയ്യണത് അരച്ച് കലക്കി ആയതുകൊണ്ട് ഒന്നും വേണ്ട, തേങ്ങയും പച്ചമുളകും മാത്രം ചേർത്തിട്ടാണ്, ഈ മത്തങ്ങ വേവിച്ചതും മാത്രം ചേർത്തിട്ടാണ് അരയ്ക്കുക. അപ്പൊ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നല്ല സ്വാദാണ്.